അവരുടെ ആ പടത്തിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പറഞ്ഞ പോലെ നീ ഇവിടെ വെയിറ്റ് വെച്ചോട്ടാ. ആക്ച്വലി പടത്തില് ഫസ്റ്റ് എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ചെറിയൊരു ഭാഗമല്ലേ എന്നുള്ളതായിരുന്നു. പക്ഷെ പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറി കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ഒരു പവറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരു പോസിറ്റീവ് പവറിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആകുന്നു. പിന്നെ മാത്രമല്ല, ഞങ്ങക്ക് 2 ദിവസം മുമ്പ് ഇതിന്റെ പ്രിവ്യൂ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി എന്റെ ക്യാരക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത്. അപ്പൊ ഇന്നിപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കഴിഞ്ഞ എല്ലാവരും നല്ല അഭിപ്രായം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. ചെറിയൊരു ഭാഗമാണെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഈ കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വീട്ടിലെ അമ്മമാരെയും അച്ഛന്മാരെയും എല്ലാരെയും കൂട്ടിപ്പോയി കാണേണ്ട സിനിമയാണ്. മെയിൻലി ഞാൻ അത് എടുത്തു പറയുന്നു. കാരണം എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കും പ്രായമായവരൊക്കെ സിനിമ കാണാൻ പോകുന്നത്. പിന്നെ എല്ലാവർക്കും ഇപ്പോഴത്തെ സിനിമകള് കൊണ്ട് കാണിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിലൊക്കെയാണ് ഓരോരുത്തരെ സിനിമയ്ക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഈ സിനിമ കണ്ണടച്ച് പേരൻസിനെയും ഫാമിലി ആയിട്ടും മക്കളെയും എല്ലാവരെയും കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അതുകൊണ്ട് അമ്മമാരെയും അച്ഛന്മാരെയും മക്കളെയൊക്കെ കൂട്ടിയിട്ട് ഈ സിനിമ നിങ്ങൾ എല്ലാവരും പോയി കാണണം. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഷെയർ ചെയ്യണം അഭിപ്രായം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഞാൻ പറയുമായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ എല്ലാ സിനിമകളും കാണാനായിട്ട് ഫുൾ ഫാമിലി തയ്യാറായി വരാറില്ല. പല സിനിമകളും എല്ലാവർക്കും ആസ്വദിക്കാൻ സാധിക്കാറില്ല. പക്ഷെ ഇത് ഇറ്റ്സ് ലൈക്ക് അമ്മമാരെ മുതൽ കുഞ്ഞുങ്ങൾ വരെ എല്ലാവരും ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. പിന്നെ എനിക്ക് പൊതുവെ ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വളരെ ഇഷ്ടമാണ്. ആ രീതിയിൽ ഒരുപാട് ആസ്വദിച്ച് ഇമോഷണലി കണക്ട് ആയിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ആ ഒരു അവസരം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഉപയോഗപ്പെടുത്തണമെന്ന് ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇവളാണേലും സൈജേട്ടനാണെങ്കിലും സണ്ണി ആണെങ്കിലും പിന്നെ ഒരു വൈശാഖ് മോളെല്ലാവരും മിസ്സിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് കാസ്റ്റിംഗ് തന്നെയാണ്. സോ പ്ലീസ് ഡു വാച്ച് ഇൻ തിയേറ്റേഴ്സിൽ അമ്മമാരെയൊക്കെ ധൈര്യപൂർവ്വം കൂട്ടി വന്നോളൂ. എല്ലാവർക്കും കുടുംബമായിട്ട് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. മൈ ഗോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആ പേര് പറയുന്ന പോലെ ഞാൻ കരഞ്ഞു കേട്ടോ. ശരിക്കും പടം കണ്ട് ലാസ്റ്റ് ക്ലൈമാക്സ് ആയപ്പോൾ ഞാൻ കരഞ്ഞു പോയി. സോ എനിക്ക് എന്തായാലും ഇഷ്ടമായി. എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യും. ഏത് സമയത്താണെങ്കിലും ആൾക്കാർ പോയി കാണും. അതാണ് വിശ്വാസം. പിന്നെ ഇത് മലയാളപ്പടമല്ലേ, അപ്പം മാത്രമല്ല ഒരു ഫാമിലി സിനിമയാണ് എന്നാണ് എനിക്ക് നല്ല മെസ്സേജ് കൊടുക്കുന്ന ഒരു ചിത്രമാണെന്നുള്ള പൊതുവെ എല്ലാരും പറയുന്നുണ്ട്. ഇറങ്ങി വരുന്നവരൊക്കെ മെസ്സേജ് എന്നൊക്കെ പറയുമ്പം നമുക്ക് കാണുമ്പം ഒരു കണ്ടിറങ്ങുമ്പോ ഒരു മനസ്സ് നിറയ്ക്കും എന്നൊക്കെയാണ്. ഇപ്പൊ എന്റെ സിനിമ ആയതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ ഞാൻ പുകഴ്ത്തി പറയുന്നില്ല. പക്ഷെ കണ്ട് വേറെ ആൾക്കാരോട് അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും നല്ലത്. എനിക്ക് തോന്നുന്നു നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. എല്ലായിടത്തൊന്നും അങ്ങനത്തെ റിവ്യൂ എല്ലാവരും പരസ്പരം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഇത് കിട്ടും. അപ്പം ആൾക്കാർ ഈ വീക്കെൻഡ് പോയി കാണാൻ പറ്റിയ ഒരു സിനിമ ആവട്ടെ, കാണട്ടെ. ഇവരെയൊക്കെ ഒന്ന് വിജയിപ്പിച്ചു കൊടുക്കട്ടെ. എന്നെയും കൂട്ടത്തിൽ സൈഡിൽ കൂടെ ഒന്ന് വിജയിപ്പിച്ചു. താങ്ക് യു. അപ്പൊ പടം പ്രേക്ഷകരുടെ കണ്ട എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇല്ല, നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. പടം വിചാരിച്ച പോലെ നല്ല ഔട്ട്കം വന്നിട്ടുണ്ട്. എല്ലാവരും കോമഡി ആണെങ്കിലും നമ്മൾ ഒരു ഫീൽ ഗുഡ് പടം ഉദ്ദേശിച്ചത് ഫാമിലി ഓഡിയൻസ് വെച്ച്. അപ്പൊ എല്ലാവർക്കും ഇത് വർക്കായെന്ന് വിചാരിക്കുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണുക, വിജയിപ്പിക്കുക എന്നൊരു അഭ്യർത്ഥന മാത്രമേ നമ്മുടെ സൈഡിലുള്ളൂ. എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടും. അമ്മമാർക്കും കുടുംബ പ്രേക്ഷകർക്കും പ്രത്യേകിച്ച് അമ്മമാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. അപ്പൊ എല്ലാവരും പടം പോയി തിയേറ്ററിൽ കണ്ട് വിജയിപ്പിക്കുക. താങ്ക് യു. ഹാപ്പി ആയിരുന്നു. എല്ലാവരും നല്ല റെസ്പോൺസാണ് പറഞ്ഞത്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിന് കൂടി ഇരുന്ന് കാണുമ്പോൾ എങ്ങനെയാ റെസ്പോൺസ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഫിലിം കൂടിയാ. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഇവർ എന്താ ചിരിക്കുന്നുണ്ടോ, ഇമോഷൻ ആവുന്നുണ്ടോ. നമ്മളെ ഒരു ഇമോഷനോടുകൂടി കോമഡി ഇമോഷൻ ഉണ്ട്. അപ്പം ആ ഇമോഷണൽ പോർഷൻ എത്തിക്കഴിഞ്ഞപ്പം ഇങ്ങനെ ആൾക്കാർ ടിഷ്യൂ പേപ്പർ എടുത്ത് കണ്ണൊക്കെ തുടങ്ങിയതൊക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, വർക്കായിട്ടുണ്ടെന്നുള്ള ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ അത് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള ഓഡിയൻസ് കൂടി ഇവിടെ കണ്ടിറങ്ങി എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ ബാക്കി എല്ലാവരും പിന്നെ റോഷൻ 3 പേരാണ്. അപ്പോൾ പിന്നെ നമ്മളെ ഫസ്റ്റ് വലിയൊരു വിജയമാണ്. അപ്പോൾ എല്ലാവരും
ഒരുപാട് ഇഷ്ടമായി. ഒന്നും പറയാനില്ല. ഇല്ല, ഒരു മോശം പറയാനില്ല. ലൈഫുമായിട്ടുള്ള ക്ലാഷ് ഒരു പ്രശ്നമാവോ? ലൈഫുമായിട്ടുള്ള ക്ലാഷ് ഒരു പ്രശ്നമാവോ? അങ്ങനെയൊന്നുമില്ല. എന്താ പറയാ, ജെന്യൂൻ ആയിട്ട് പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നോർമലി ഇപ്പൊ കുറെ നാൾക്ക് ശേഷമാണ് ഒരു സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഞാൻ കരയുന്നത്. ലാസ്റ്റിലെ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. ആ കുഞ്ഞു കൊച്ചാണെങ്കിലും എല്ലാരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കോമഡി ഉണ്ട്, അതുപോലെ ഇമോഷനും ഉണ്ട്. ഇമോഷണലും ഉണ്ട്, എല്ലാം ഉണ്ട്. അത് മെയിനായിട്ട് കുറെ കോൺസെപ്റ്റ് എല്ലാവർക്കും ഒരു തോട്ട് കൊടുക്കുന്നുണ്ട്. ദൈവമായിട്ടുള്ള ഒരു സംഭവമാണ് കൊടുത്തത്. തിയേറ്ററിലുള്ള എല്ലാവരും കരയുമായിരുന്നു അതോ? അതറിയില്ല, ഞാൻ കരഞ്ഞു. അതെ, ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഉറപ്പായിട്ട് കാര്യം, കാരണം അതിനുള്ള ഇമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. ബ്രോ അപ്പൊ എക്സ്പീരിയൻസ് എങ്ങനെയാണ് പ്രേക്ഷകരുടെ കണ്ടപ്പോ? നല്ലൊരു മൂവിയായിരുന്നു. ഞാൻ ഓഡിയൻസിന്റെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അവരിൽ നിന്നുള്ള കിട്ടിയ ഒരു റെസ്പോൺസ് ഭയങ്കര രസമായിരുന്നു. കുറെ രസത്തിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ആ ക്ലൈമാക്സിൽ നമ്മൾ ഉദ്ദേശിച്ച ഒരു ആംബിയൻസ് തന്നെയാണ് തിയേറ്ററിൽ നിന്ന് കിട്ടിയത്. ഒരു തിക് സൈലൻസ് പരിപാടി നമുക്ക് കിട്ടിയായിരുന്നു. സോ വളരെ സന്തോഷം. ഫാമിലീസിനൊക്കെ ഭയങ്കരമായിട്ട് വർക്കാവും അങ്ങനെ ഒരു സബ്ജക്റ്റ് ആണ്. സോ മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനോട് പറയുക, ഫ്രണ്ട്സായിട്ടും ഫാമിലീസായിട്ടും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവരും പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സണ്ണി ചേട്ടൻ്റെ ആസ് യൂഷ്വൽ സണ്ണി അടിപൊളിയായിട്ടുണ്ട്. സഹിച്ചോട്ടെ, ഞാൻ പെർഫോമൻസിനെ കുറിച്ച് അവരോട് പറഞ്ഞ കാര്യമില്ല. രണ്ടുപേരും അടിപൊളിയായിട്ടുണ്ട്. നല്ല ഒരു മൂവിയാണ്. സോ